നമസ്കാരം. ലോകം സാക്ഷ്യം വഹിക്കുന്ന അതിരൂക്ഷമായ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഭാരതത്തിൻ്റെ പോരാട്ടത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധത്തെയും ഇറാൻ യുദ്ധ സാഹചര്യങ്ങളെയും അതിജീവിച്ച് സർവ്വശക്തി എന്ന ഭീമൻ LPG ടാങ്കർ ഹോർമുസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ടിരിക്കുന്നു. ഭാരതത്തിലെ സാധാരണക്കാരുടെ അടുക്കളകളിൽ ഇന്ധനം എത്തിക്കാനുള്ള കഠിന ശ്രമങ്ങൾക്കിടയിൽ ഈ വാർത്ത രാജ്യത്തിന് വലിയ ആശ്വാസമാണ് പകരുന്നത്. ഇറാന്റെ ലാരക്, ഖേഷ്മം ദ്വീപുകൾ കടന്ന് ഒമാൻ ഉൾക്കടലിലേക്ക് പ്രവേശിച്ച ഈ കപ്പൽ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ഭാരതത്തിലേക്ക് ഏകദേശം 45,000 ടൺ പാചകവാതകവുമായിട്ടാണ് വരുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ചതിന് ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലായിരുന്നു. ഫെബ്രുവരി അവസാനം മുതൽ ആരംഭിച്ച ഈ യുദ്ധം ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യവും രണ്ടാമത്തെ വലിയ LPG ഉപഭോക്താവുമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം അതീവ ഗുരുതരമാണ്. രാജ്യത്ത് പാചകവാതകത്തിന് കടുത്ത ക്ഷാമം അനുഭവപ്പെടുകയും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പടരുകയും ചെയ്ത സാഹചര്യത്തിൽ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നത് സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയായി മാറി. ഈ വെല്ലുവിളികൾക്കിടയിലും സർവശക്തി നടത്തിയ ഈ യാത്ര തികച്ചും തന്ത്രപരമായ ഒന്നായിരുന്നു. സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി കപ്പലിൽ ഇന്ത്യൻ ജീവനക്കാരുണ്ട് എന്ന വിവരം നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ടാണ് കപ്പൽ നീങ്ങിയത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ ഒഴിവാക്കുവാൻ ഇത്തരം നടപടികൾ മുൻപും കപ്പലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. മുൻപ് ഇതേ പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച ദേശ് ഗരിമ എന്ന ഇന്ത്യൻ കപ്പലിന് തൻ്റെ ട്രാൻസ്പോണ്ടർ സിഗ്നലുകൾ ഓഫ് ചെയ്തത് രഹസ്യമായി യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം സംബന്ധിച്ച തർക്കങ്ങളും ഇറാന്റെ സൈന്യത്തിൻ്റെ ഇടപെടലുകളും മൂലം പല കപ്പലുകൾക്കും യാത്ര പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ കപ്പലിൻ്റെ ഈ വിജയം ശ്രദ്ധേയമാകുന്നത്. ഇറാനുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചകളുടെ ഫലമായി യുദ്ധകാലയളവിൽ 8ഓളം LPG കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ആഭ്യന്തര പാചകവാതക ഉൽപ്പാദനം 60% വരെ വർദ്ധിപ്പിക്കുവാനും സർക്കാർ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഈ കപ്പലിലെ കാർഗോയുടെ ഉടമസ്ഥർ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന ഇലക്ട്രോണിക് തടസ്സങ്ങളും കപ്പലുകളുടെ സ്ഥാനം തെറ്റായി കാണിക്കുന്ന സാഹചര്യങ്ങളും നിലനിൽക്കെ അതീവ ജാഗ്രതയോടെയാണ് ഓരോ നീക്കവും നടക്കുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഇത്തരം സാഹസികമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ സംഘർഷങ്ങൾ പുകയുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരം ഭാരതത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തിൻ്റെയും കരുത്തുറ്റ നയതന്ത്രത്തിൻ്റെയും തെളിവാണ്. അമേരിക്കൻ ഉപരോധവും ഇറാൻ ഇസ്രയേൽ യുദ്ധ സാഹചര്യങ്ങളും നിലനിൽക്കെ ഭൂരിഭാഗം രാജ്യങ്ങളുടെയും കപ്പൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് സർവശക്തി വിജയകരമായി കടലിടുക്ക് പിന്നിട്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ചതും എന്നാൽ തന്ത്രപ്രധാനവുമായ ഈ സമുദ്രപാതയിലൂടെയുള്ള ഇന്ത്യയുടെ ഈ മുന്നേറ്റം കേവലം ഒരു ചരക്ക് നീക്കമല്ല, മറിച്ച് സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഭാരതം കൈവരിച്ച നയതന്ത്ര പാടവത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഊർജ്ജ വിതരണം തടസ്സപ്പെടുന്നത് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയും ജനജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. പാചകവാതകക്ഷാമം മൂലം രാജ്യം പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് 45,000 ടൺ LPGയുമായി സർവ്വശക്തി യാത്ര തിരിക്കുന്നത്. അമേരിക്കൻ ഉപരോധം മൂലം ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം 0-ലേക്ക് താഴ്ന്നപ്പോഴും ഇന്ത്യക്ക് മാത്രം ഇത്തരമൊരു നേട്ടം കൈവരിക്കാനായത് ഇറാനുമായുള്ള ദൃഢമായ ഉഭയകക്ഷി ബന്ധം കാരണമാണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം 8 LPG കപ്പലുകൾ ഇത്തരത്തിൽ സുരക്ഷിതമായി എത്തിക്കുവാൻ ഭാരതത്തിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധിച്ചിട്ടുണ്ട്. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അതിസൂക്ഷ്മമായ തന്ത്രങ്ങളാണ്. കപ്പലുകളിൽ ഇന്ത്യൻ ജീവനക്കാരുണ്ട് എന്ന വിവരം നിരന്തരം സംപ്രേഷണം ചെയ്തും ഇറാനുമായി നയതന്ത്രതലത്തിൽ നേരിട്ട് ചർച്ചകൾ നടത്തിയും ഇന്ത്യ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. പാകിസ്ഥാൻ മധ്യസ്ഥനായി നിലനിൽക്കുന്ന സമാധാന ചർച്ചകൾ പോലും അനിശ്ചിതത്വത്തിലായിരിക്കവേ പല രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ ആക്രമണ ഭീഷണി നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇന്ത്യ ഈ നേട്ടം കൊയ്യുന്നത്. അമേരിക്കയുമായും ഇറാനുമായും ഒരേ സമയം നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിൻ്റെ വിജയമാണ്. മറ്റ് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോഴും പലരും യാത്രാ പാതവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് ലഭിക്കുന്ന ഈ പരിഗണന ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ആഭ്യന്തരമായി പാചകവാതക ഉൽപ്പാദനം വർദ്ധിപ്പിച്ചും വിദേശ സ്രോതസ്സുകൾ തടസ്സമില്ലാതെ ഉറപ്പാക്കിയും ഇന്ത്യ ഊർജ്ജ സുരക്ഷാ കാര്യത്തിൽ പുതിയ മാതൃക തീർക്കുകയാണ്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ നടത്തുന്ന ഈ നീക്കങ്ങൾ ലോകവേദിയിലെ ഇന്ത്യയുടെ നയതന്ത്ര ഔന്നത്യത്തെയാണ് വിളിച്ചോതുന്നത്.
നിലവിൽ പാകിസ്ഥാനും ചൈനയും വലിയ തോതിലുള്ള ഊർജ്ജ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ചൈന തങ്ങളുടെ വലിയ വിപണിയെ നിലനിർത്താൻ ഇറാൻ്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും എണ്ണയെയും വാതകത്തെയും ആശ്രയിക്കുമ്പോൾ അമേരിക്കൻ ഉപരോധം അവരുടെ നീക്കങ്ങളെ സങ്കീർണമാക്കുന്നു. പാകിസ്ഥാനാകട്ടെ സാമ്പത്തിക തകർച്ചയ്ക്കൊപ്പം പാചകവാതകക്ഷാമം മൂലം ജനജീവിതം സ്തംഭിച്ച അവസ്ഥയിലുമാണ്. ഈ രാജ്യങ്ങൾ പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ ഇന്ത്യ ഇറാനുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ വഴി 8 LPG കപ്പലുകൾ സുരക്ഷിതമായി എത്തിക്കാൻ സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാന്റെ കപ്പലുകൾ തടയുമ്പോഴും ഇന്ത്യൻ കപ്പലുകളിൽ ഇന്ത്യൻ ജീവനക്കാരുടെ സന്ദേശം നൽകി സുരക്ഷിതമായ പാതയൊരുക്കുവാൻ ഭാരതത്തിന് സാധിക്കുന്നു എന്നത് നമ്മുടെ വിദേശ നയത്തിൻ്റെ വിജയമാണ്. ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയൊരു തന്ത്രപരമായ നേട്ടമാണ് നൽകുന്നത്. ആഭ്യന്തരമായി പാചകവാതക ഉൽപ്പാദനം 60% വരെ വർദ്ധിപ്പിച്ച് 54,000 ടണ്ണിൽ എത്തിക്കുവാൻ കഴിഞ്ഞത് വഴി പുറം ലോകത്തെ മാത്രം ആശ്രയിക്കാതെ പ്രതിസന്ധികളെ നേരിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കി. അതേസമയം ഇറക്കുമതിക്കായി മാത്രം കാത്തിരിക്കുന്ന പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത്തരം ബദൽ മാർഗങ്ങൾ കുറവാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദ്ര വ്യാപാര പാതകളിലെ സുരക്ഷാ വെല്ലുവിളികൾ ആഗോള വിപണിയിൽ അവരുടെ സ്വാധീനം കുറയ്ക്കുവാൻ കാരണമാകുന്നു. ഇന്ത്യ ആകട്ടെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നീക്കങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ ഇറാനുമായി സമാധാനപരമായ ചർച്ചകൾ വഴി ഊർജ്ജം എത്തിക്കുന്നത് വഴി ലോക രാജ്യങ്ങൾക്കിടയിൽ മാന്യമായ ഇടം നേടിയെടുത്തു. ഈ സാഹചര്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുവാൻ ഇന്ത്യക്ക് അവസരമുണ്ട്. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതോടെ വ്യവസായ മേഖലയിൽ ഇന്ത്യക്ക് വലിയ ഉണർവ് ലഭിക്കും. ചൈനീസ് ഉൽപ്പന്നങ്ങൾ നേരിടുന്ന വിതരണ തടസ്സങ്ങൾ ഇന്ത്യൻ വിപണിക്ക് ഗുണകരമാകും. കൂടാതെ ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട് വരുന്ന ഇന്ത്യൻ കപ്പലുകൾ ലോകത്തിന് നൽകുന്ന സന്ദേശം ഭാരതം ഏത് പ്രതിസന്ധിയിലും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശേഷിയുള്ള രാഷ്ട്രമാണ് എന്നതാണ്. ഈ നയതന്ത്ര വിജയം വരും ദശകങ്ങളിൽ ഏഷ്യൻ രാഷ്ട്രീയത്തിൽ ചൈനയുടെ മേധാവിത്വത്തെ വെല്ലുവിളിക്കാനും പാകിസ്ഥാനെ നിശബ്ദമാക്കാനും ഇന്ത്യയെ സഹായിക്കും. ചുരുക്കത്തിൽ ബുദ്ധിപരമായ നയതന്ത്രവും ആസൂത്രിതമായ നീക്കങ്ങളും വഴി ഇന്ത്യ ഇന്നൊരു ആഗോള ഊർജ്ജ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം ആഗോളതലത്തിൽ ഇന്ധന വിതരണം തടസ്സപ്പെടുകയും വില കുതിച്ചുയരുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പാചകവാതകം എത്തിക്കുന്നത്. ഇത്തരത്തിൽ കൂടുതൽ കപ്പലുകൾ വരുന്നത് വഴി വിപണിയിലെ ഇന്ധന ലഭ്യത വർദ്ധിക്കുകയും ഡിമാൻഡും വിതരണവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുകയും ചെയ്യും. ഇത് പാചകവാതകത്തിൻ്റെയും മറ്റ് ഇന്ധനങ്ങളുടെയും വില വർധനവ് പിടിച്ചു നിർത്താൻ സഹായിക്കും. രാജ്യം നേരിടുന്ന ചരിത്രപരമായ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതോടെ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഇന്ധന വില വർധനവും പാചകവാതകക്ഷാമവും ഭരണകൂടത്തിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന ആയുധങ്ങളാണ്. എന്നാൽ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലും തടസ്സമില്ലാതെ കുറഞ്ഞ നിരക്കിൽ ഇന്ധനം എത്തിക്കാൻ സാധിക്കുന്നത് മോദി സർക്കാരിൻ്റെ കാര്യക്ഷമതയുടെ തെളിവായി മാറും. ഇറാനുമായി നടത്തിയ ചർച്ചകൾ വഴി ഇതിനോടകം തന്നെ നേരത്തെ പറഞ്ഞ പോലെ 8 LPG കപ്പലുകൾ സുരക്ഷിതമായി എത്തിക്കുവാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരം വിജയങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് വഴി ഭരണവിരുദ്ധ വികാരം കുറയ്ക്കുവാനും പ്രതിപക്ഷ ആരോപണങ്ങളുടെ മൂർച്ച തകർക്കാനും ഭരണപക്ഷത്തിന് സാധിക്കും. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെടുകയും അവരുടെ കപ്പലുകൾ പോലും തടയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഭാരതം സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്. അമേരിക്കൻ ഉപരോധത്തെ മറികടന്ന് ഭാരതം നടത്തുന്ന ഈ നീക്കങ്ങൾ ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ നയതന്ത്ര കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ആഭ്യന്തരമായി പാചകവാതക ഉൽപ്പാദനം 60% വരെ വർദ്ധിപ്പിക്കാൻ സാധിച്ചതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. വിദേശത്തു നിന്നുള്ള സുരക്ഷിത നിക്ഷേപവും ആഭ്യന്തര ഉൽപ്പാദനവും ഒരുപോലെ വർദ്ധിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര സർക്കാരിന് വലിയ മേൽക്കൈ നേടാനാകും. ചുരുക്കത്തിൽ കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലെത്തുന്നത് കേവലം ഇന്ധന ലഭ്യത ഉറപ്പാക്കുക മാത്രമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താനും രാഷ്ട്രീയമായ വെല്ലുവിളികളെ അതിജീവിക്കാനും ഭാരതത്തെ പ്രാപ്തമാക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.